ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ +2 ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. +2 ഇംഗ്ലീഷ് സെക്കൻഡ് ലെസൺ ആക്ടിവിറ്റീസ് എനി വുമൺ. ഓക്കെ, അതിൽ ആക്ടിവിറ്റീസ് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. അതിലെ ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞാൽ പ്രിപ്പയർ എ റിവ്യൂ ഓഫ് എനി വുമൺ. ഒരു റിവ്യൂ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എനി വുമൺ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുനഃപരിശോധന എന്നൊക്കെ പറയാം. എന്താണ് അതിൻ്റെ ഉള്ളടക്കം, അത്രയാണുള്ളൂ. വാട്ട്സ് ഇസ് കണ്ടന്റ്. അപ്പോൾ മേരാ ദർശകവും ഇറ്റ്സ് ഓൺലി ഫോർ കേരള +2 छात्रों के लिए. माफ कीजिए. നോക്കാം. ദി പോയം എനി വുമൺ ബൈ കാതറിൻ ടിനാൻ സ്പീക്സ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി വുമൺ ഇൻ എ ഫാമിലി. ഇപ്പോൾ ഓതർ പറയുന്ന കാതറിൻ അല്ലെ, ഒരു കുടുംബത്തിലെ സ്ത്രീയുടെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഷീ ഈസ് ദി പില്ലേഴ്സ് ഓഫ് ദി ഹൗസ് അല്ലെ. അവരെന്താണ് ശരിക്കും അതിൻ്റെ ഒരു നെടുന്തൂണാണ്, പില്ലേഴ്സുകളാണ് ഹൗസിൻ്റെ. ഓക്കെ, ദെൻ ഷീ ഈസ് ദി കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് അല്ലെ. കീ സ്റ്റോണാണ്, പ്രധാന കല്ലാണ് ഇതിലെ കവാടത്തിൽ, ആർച്ചിൽ. ദെൻ ഷീ ഈസ് ദി റൂഫ് ആൻഡ് വാൾസ് അല്ലെ. മേൽക്കൂര അവരാണ്, ചുമര അവരാണ്. ഇതൊന്നും ഇല്ലാതെ വീടിന് നിലനിൽപ്പില്ല, അറിയാമല്ലോ. ഷീ ഈസ് ദി ഫയർ അപ്പോൺ ദി ഹെറാത്ത് അല്ലെ. ഹെറാത്ത് അറിയാം, ഫയർ പ്ലേസ് അല്ലേ, നെരിപ്പോട് എന്നൊക്കെ പറയും മലയാളത്തിൽ കേട്ടോ. ഫയർ പ്ലേസ് അല്ലേ, തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ എല്ലാറ്റിലും ഉണ്ടാവും തണുപ്പ് രാജ്യങ്ങൾ. അപ്പോൾ തന്നെ വിത്തൗട്ട് ഹെർ ദ ഹോം വുഡ് ബി കോൾഡർ ദാൻ എ സ്റ്റോൺ. അപ്പോൾ അവരില്ലാതെ എന്താണ്, ആ വീട് ശരിക്കും ഒരു തണുത്തുറഞ്ഞ കല്ലായി മാറും. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റോൺ, കോൾഡ് ചിൽഡ് സ്റ്റോൺ. ഓക്കെ, ദി ചിൽഡ്രൻ കം ടു ഹെർ ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ കുട്ടികൾ അവരുടെ അടുത്തെത്തുന്നത് സ്നേഹത്തിന്, ബന്ധത്തിന് വേണ്ടിയാണ്. ദെൻ ഷീ ഈസ് ദ ലൈറ്റ് ഓഫ് ദർ ലവ് അല്ല, അവരുടെ സ്നേഹത്തിലെ വെളിച്ചമാണവർ. അതുപോലെ ദ ചിൽഡ്രൻ കുഡ് ഹാർഡ്ലി ത്രൈവ് വിത്തൗട്ട് ഹെർ. ത്രൈവ് പറഞ്ഞാൽ നിലനിൽക്കുക കേട്ടോ, സസ്റ്റൈൻ. അവരുടെ സഹായമില്ലാതെ കുട്ടികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതുപോലെ നോ ചൈൽഡ് വാണ്ട്സ് ടു ഗെറ്റ് അവേ ഫ്രം ദി ക്ലോസ് നിറ്റ് ഫാമിലി ഗ്രൂപ്പ്. അപ്പോൾ ഒരു കുട്ടിയും ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ടൈ നിറ്റ് അല്ല, തുന്നിച്ചേർത്തിരിക്കണം ആ ബന്ധം, ആ നൂലുകൾ, ആ തുന്നൽ വിട്ടുകളയാൻ doesn't like. Then she decorates the house and makes the children's bed and cozy and warm അല്ലേ. അത് എല്ലാവരും തയ്യാറാക്കാണ് വീട്ടിൽ. കുട്ടികളുടെ ബെഡ് ഒരുക്കുന്നു, വളരെ കോസി, മനോഹരമായി, മൃദുവായി, വളരെ ചൂടേറി. അപ്പോൾ അതങ്ങനെ വരുന്നത്. ഇത് പോയം ഇവിടെ പറയുന്നത് ഡിഫറൻറ്റ് ഫ്രം എനി വുമൺ അല്ല. അപ്പോൾ ഇതിൽ പറയുന്നത് ഏതാണ്, ദി പോയം ദി ടോയ്സ് ഈസ് ഡിഫറൻറ്റ് ഫ്രം എനി വുമൺ. ഹിയർ ഈസ് ദി ബ്ലൈറ്റ് ഓഫ് ബോയ്സ് ഹൂ മദർ ഈസ് ഡെഡ് ഈസ് ഡിപ്പിക്റ്റഡ്. ഇതിൽ വേറൊരു കാര്യം ഇതിൽ കമ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് പഠിക്കേണ്ട. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വളരെ നന്നായി എഴുതുക കേട്ടോ. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് വരാം, വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ എഴുതിയത് എന്താ പറഞ്ഞാൽ റിവ്യൂ ആയിരുന്നു. ഇനി വേറൊന്ന് വരാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു യുവർ പോകും. അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് തരുന്നില്ല, കാരണം ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. സോ ഇത് നന്നായി പഠിക്കുക. ഇനിയും കിടക്കുകയാണ്, മാച്ച് ബോക്സ് വരണോ, നോമിതയൊക്കെ. അപ്പോൾ അതുപോലെ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയണം, വയനാടിനൊരു കൈത്താങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് ₹1 ആണ്. അത് നേരിട്ട് അയച്ചു കൊടുക്കണം, വേറെ ആർക്കും കൊടുത്തു പോകരുത്. അതിലുണ്ടാവും, ലിങ്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ₹1 കിട്ടിയാൽ മതി. ഞാൻ എല്ലാ രാജ്യങ്ങളിലും എൻ്റെ ചാനലുകൾ ഒരുപാട് രാജ്യക്കാർ കാണുന്നുണ്ട്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ല. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് അബൌട്ട് ബേസിക് ഗ്രാമർ, സ്പോക്കൺ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മിമിക്രി, സോങ്സ്, അഗ്രികൾച്ചർ അല്ലേ. അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, അസ്ട്രോണമി അല്ലേ, പൂരംസ്, ക്രിസ്മസ്, ദെൻ സോഷ്യൽ ഇഷ്യൂസ്. ആളാറിനെ ക്യാപ്സ്യൂൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ലിങ്ക് ഇൻ യൂട്യൂബ് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി.കെ. മേനോൻ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Then Facebook and Instagram Step Up with English 108 108. Following it and share. Okay? അപ്പോൾ നിങ്ങൾ സഹായിക്കുക. Then don't give money to the fake. Just the fakes are like hawks. They are roaming in the sky. Just searching the prey. എന്താണ്, കഴുകന്മാരെ പോലെ വട്ടട്ട് പറക്കണേ. എവിടെ പൈസ കിട്ടുക, വിടുന്ന പൈസ അടിച്ചെടുക്കുക. ഇതെങ്ങനെ പറക്കുകയാണ്, അവരുടെ ഇര പ്രേ അതിനെ തിരയാണ് താഴെ. അതുകൊണ്ട് ഒരു തരത്തിൽ നിങ്ങൾ അയച്ചു പോകരുത്, നേരിട്ട് അയക്കുക. നിങ്ങൾക്ക് ലിങ്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. നിങ്ങൾ
നിങ്ങളുടെ 1 ഉറുപ്പ്യ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ 1 രൂപ എന്ന് പറയുമ്പോൾ ലോകത്തെമ്പാടും മനസ്സിലായല്ലോ, വലിയൊരു എമൗണ്ട് ആവും. വളരെ ഒരു സഹായം. അവിടെ ഇപ്പോൾ തുണിയുടെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ, പൈസയ്ക്കാണ്. പുനരധിവാസം, അത് അവിടെ വീട് കെട്ടാനും പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടാവും തിരുവനന്തപുരം നല്ല 10-20 ആൾക്ക് താമസിക്കാൻ. അപ്പോൾ അതിൽ ഇന്നലെ ഒരു ഫാമിലി വന്നു, ഷഹീറോ സംതിങ് ലൈക്ക് ദാറ്റ്, വന്ന് താമസം എന്ന് പറയുന്നത്. ഇനി ആൾക്കാർ വരും ഓരോ ഭാഗങ്ങളിൽ. അല്ലെ, ഇപ്പോൾ ഓരോ നടന്മാരും പല ആളുകളും വന്ന്, അല്ലേ, മന്ത്രിമാരും ഒക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ അത് ആവുന്ന കണക്കിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ, സീ യു ഇൻ മൈ ലോങ് വീഡിയോ, നെക്സ്റ്റ് വീഡിയോ. ഓക്കെ ദെൻ, സീ യു, ബൈ ബൈ.